അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ക്രിസ്തീയ ജീവിതത്തിൽ ഒഴിച്ചുകൂടാത്ത ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ സന്തത സഹവാസം ഒരു മനുഷ്യൻ്റെ ക്രിസ്തീയ ജീവിതത്തെ വിപ്ലവാത്മകമായ അത്ഭുതങ്ങളും മാറ്റങ്ങളും തൻ്റെ ജീവിതത്തിൽ സാക്ഷ്യം വഹിക്കുന്നതിന് കാരണമായിത്തീരുന്നു. പരിശുദ്ധാത്മാവ് വളരെ ശക്തമായ മാറ്റങ്ങൾ വരുത്തിയ വ്യക്തികൾ അനേകരാണ്. ക്രിസ്തീയ സഭയുടെ ആരംഭം, ക്രിസ്തീയ സഭയുടെ വളർച്ച, ക്രിസ്തീയ സഭയുടെ വിശാലത, ക്രിസ്തീയ സഭയുടെ ശക്തി പരിശുദ്ധാത്മാവെന്ന വ്യക്തിയുടെ സന്തത സഹവാസത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാഗ്ദത്ത പ്രകാരം അപ്പോസ്തലന്മാരും കൂടെയുള്ളവരും മർക്കോസിൻ്റെ മാളികമറയിൽ കൂടിയിരുന്നപ്പോൾ പെട്ടെന്ന് കാറ്റടിക്കുന്നത് പോലെ വലിയ ശബ്ദത്തോടെ, വലിയ ഇടിമുഴക്കത്തോടെ അവിടെ ഇടയിൽ ഇറങ്ങി വന്ന് വ്യക്തിപരമായി എല്ലാവരെയും നിറച്ച പരിശുദ്ധാത്മാവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകതകൾ എന്താണ്? ഈ വേദവചന അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകതകൾ: ഒന്നാമത്തേത്, പരിശുദ്ധാത്മാവ് ഐക്യതയുടെ ആത്മാവാണ്. 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ഒന്നിച്ചു കൂടിയിരിക്കുന്നിടത്ത് ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം. പരിശുദ്ധാത്മാവ് ഐക്യതയുടെ ആത്മാവാണ്. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ്ലീഹ ഇപ്രകാരം പറഞ്ഞു: ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാത്തു സൂക്ഷിക്കുകയും. പരിശുദ്ധാത്മാവ് ഐക്യതയുടെ ആത്മാവാണ്. സഭയുടെയും കുടുംബത്തിൻ്റെയും വ്യക്തി ജീവിതങ്ങൾ തമ്മിലുള്ള ഐക്യതയുടെ അടിസ്ഥാന ഘടകം പരിശുദ്ധാത്മാവിലുള്ള സഹവാസമാണ്. ആദിമസഭയുടെ ആരംഭം മുതൽ അതിൻ്റെ വളർച്ചയിലും അതിൻ്റെ വിശാലതകളിലെല്ലാം ആത്മാവിൻ്റെ ഐക്യത വളരെ പ്രകടമായിരുന്നു. ആ സഭയുടെ വളർച്ചയിൽ സഭ നേരിട്ട പ്രതിസന്ധികളിൽ, പീഡനങ്ങളിൽ സഭയെ മുന്നോട്ട് നയിച്ചതും, പീഡനങ്ങളിൽ തകർന്നു പോകാതെ, കാരാഗ്രഹത്തിൽ ഉടഞ്ഞു പോകാതെ, ചങ്ങലക്കിട്ടപ്പോൾ അതിൽ ബന്ധനസ്ഥരാകാതെ മുന്നോട്ട് പോയ സഭയുടെ ജൈത്രയാത്ര തുടർന്നത് ആത്മാവിൻ്റെ ഐക്യതയിലുള്ള ദൈവസ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടായിരുന്നു. പല പ്രാവശ്യങ്ങളിലും അപ്പോസ്തലന്മാർ ചങ്ങലക്കടിമപ്പെട്ടപ്പോഴും, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോഴും, ഉപദ്രവിക്കപ്പെട്ടപ്പോഴും സഭ കൂടി വന്നിരുന്ന് പ്രാർത്ഥിച്ച ചരിത്രം നമുക്കറിയാം. അങ്ങനെയെങ്കിൽ സഭയുടെ ഇന്നത്തെ ആവശ്യം ഐക്യതയാണ്. ഐക്യതയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ സഭ നേരിടുന്ന ഇന്നത്തെ വെല്ലുവിളികൾക്ക് ശാശ്വതമായ പരിഹാരം കൽപ്പിക്കുവാൻ പരിശുദ്ധാത്മ ശക്തി നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ദൈവവചനാടിസ്ഥാനത്തിൽ ചരിത്രത്താഴികളിൽ എഴുതി ചേർത്ത ഉണർവിൻ്റെ ചരിത്രങ്ങളിൽ നമ്മൾ കാണുന്നത്, ആരൊക്കെ ഐക്യതയോടുകൂടി ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചോ അവർക്ക് വേണ്ടി വളരെ ചലനാത്മകമായി, വിപ്ലവാത്മകമായി ചലനം നടത്തിയ പരിശുദ്ധാത്മാവിൻ്റെ ബലത്തെ നമുക്ക് ദർശിക്കുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഐക്യതയുടെ ആത്മാവാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം വായന തുടർന്ന് നമ്മൾ താഴേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, അവിടെ ഇരുന്നവരുടെ മേൽ എല്ലാം നിറഞ്ഞുവെന്നാണ്. അതിനു മുമ്പായി അവർ ഇരുന്ന സ്ഥലം മുഴുവനും നിറച്ചു. പരിശുദ്ധാത്മാവ് നിറവിൻ്റെ ആത്മാവാണ്. ഹോളി സ്പിരിറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ഫുൾനെസ്. പരിശുദ്ധാത്മാവ് നിറവിൻ്റെ ആത്മാവാണ്. ജീവിതത്തിലെ ശൂന്യതയും പാപവും പൈശാചിക മണ്ഡലങ്ങളും മനുഷ്യ മനസ്സിൽ ഉളവാക്കിയ ശൂന്യതയും ഇല്ലായ്മകളും രോഗങ്ങളും ശാപങ്ങളുമെല്ലാം മാറ്റി അനുഗ്രഹത്തിൻ്റെ അനന്തവിഹായുസിലേക്ക്, നിത്യതയുടെ തീരങ്ങളിലേക്ക് ഒരു മനുഷ്യനെ യാത്രയാക്കുവാൻ, അല്ലെങ്കിൽ സഹയാത്രികനായി കൂടെ വരുവാൻ പരിശുദ്ധാത്മാവ് എപ്പോഴും കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് ശൂന്യതയുടെ ആത്മാവല്ല, പരിശുദ്ധാത്മാവ് നിറവിൻ്റെ ആത്മാവാണ്. ജീവിതത്തിൽ ഏതെങ്കിലും വൈതന്യങ്ങളിൽപ്പെട്ട്, പ്രതികൂലങ്ങളിൽപ്പെട്ട് ശൂന്യമായി പോയി, എൻ്റെ ജീവിതം ശൂന്യമാണ്, എൻ്റെ ജീവിതം നശിക്കുകയാണ് എന്ന് ഓർത്ത് ഈ സന്ദേശം കേൾക്കുന്നവരോട് പരിശുദ്ധാത്മാവിൻ്റെ സന്തത സഹചാരിയാക്കി ചേർത്താൽ നിങ്ങൾ ജീവിതത്തിൽ നിറവുള്ളവരായിത്തീരും, ഉത്സാഹമുള്ളവരായിത്തീരും, ചൈതന്യമുള്ളവരായിത്തീരും എന്നുള്ള കാര്യം ഉറപ്പാണ്. പത്രോസ് എന്ന് പറയുന്ന വ്യക്തി അപ്പോസ്തലനായി മാറുന്നതിന് മുമ്പ്
അദ്ദേഹം ചെയ്തിരുന്ന എല്ലാ പ്രവൃത്തികളിൽ നിന്നും ദൈവം അവനെ വേർതിരിച്ച് അപ്പോസ്തലനാക്കി മാറ്റി. തൻ്റെ കൂടെ സന്തത സഹചാരിയായി 3 വർഷം പോയിട്ടും ഒരു ബലഹീന അവസരത്തിൽ കർത്താവിനെ തള്ളിപ്പറയേണ്ട അവസ്ഥയിലേക്ക് വന്നു, അതും ഒരു ചെറിയ പെൺകുട്ടിയുടെ മുന്നിൽ. പക്ഷേ പെന്തക്കോസ്ത് നാളിന് ശേഷം കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാപിച്ച ആത്മാഭിഷേകത്തിൻ്റെ ബലത്തിൽ അനേകായിരങ്ങളോട് ദൈവിക സുവിശേഷം വിളിച്ചു പറയുവാൻ തന്നെ പ്രാപ്തനാക്കി മാറ്റി. അവൻ്റെ ശൂന്യമായ ഹൃദയത്തെ, ഭയം കൊണ്ട് മൂടിയ ജീവിതത്തെ ധൈര്യത്താൽ നിറച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. പരിശുദ്ധാത്മ പ്രേരിതമായി പരിശുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് ഇഴങ്ങിയ അനേക അപ്പോസ്തലന്മാരെ മരണത്തിൻ്റെ മുന്നിലും കുലക്കളത്തിൻ്റെ മുന്നിലും കുലക്കയറിന് മുന്നിലും വീശിയ വാളുകളുടെ മുന്നിലും നിർത്തിയത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അടുത്ത നിമിഷങ്ങളിൽ എരിഞ്ഞടങ്ങാൻ പോകുകയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ടും കർത്താവായ യേശുവിനെ തള്ളിപ്പറയാതെ ആ ചിതയിലേക്ക് എടുത്തു ചാടുവാൻ അവർക്ക് ശക്തമായ മനോധൈര്യം നൽകിയത് പരിശുദ്ധാത്മാവിൻ്റെ സന്തത സഹവർത്തിത്വമാണ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് നിറവിൻ്റെ ആത്മാവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ശൂന്യത അനുഭവിക്കുന്നുവെങ്കിൽ, സ്നേഹത്തിലുള്ള ശൂന്യത, സമ്പത്തിലുള്ള ശൂന്യത, സമാധാനത്തിലുള്ള ശൂന്യത, മറ്റിതര മേഖലകളിൽ, ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ശൂന്യത അനുഭവിക്കുന്നവർ പരിശുദ്ധാത്മ സാന്നിധ്യത്തിൽ ശക്തമായ നിറവ് അനുഭവിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമായി തീരും. പരിശുദ്ധാത്മാവിനോട് ചേർന്നുള്ള ജീവിതത്തിലേക്ക് ഞാൻ നിങ്ങളെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അത് ചൈതന്യം നിറഞ്ഞ ജീവിതമാണ്. എന്നും പുതിയ അത്ഭുതങ്ങൾ കാണുകയും എന്നും പുതിയ സാക്ഷ്യമുളവാക്കുകയും ചെയ്യുന്ന ആ ജീവിതത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മ പ്രേരിതമായി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവർ അഗ്നിനാവ് പോലെയുള്ള നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി ഓരോരുത്തരുടെ മേലും പതിഞ്ഞ് അവർ ലോകമാസകലം യാത്രയായി. അവർ ചെന്നിടത്തൊക്കെയും ദൈവത്തിൻ്റെ സഭകൾ സ്ഥാപിതമായി. ദൈവിക സഭകൾ സ്ഥാപിക്കുവാൻ വേണ്ടി അവരെ സഹായിച്ചത്, അവർ വിദ്യാഭ്യാസ സംബന്ധമായി ബലഹീനരാണെങ്കിലും, അവർ സാമ്പത്തികമായി ബലഹീനരായിരുന്നുവെങ്കിലും അവരെ ഇതിനെല്ലാം പ്രാപ്തമാക്കിയത് പരിശുദ്ധാത്മാവിൻ്റെ സഹവർത്തിത്വമായിരുന്നു. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്നാൽ നിങ്ങളുടെ ജീവിതം കൊണ്ട്, നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ട്, നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് കഴിയാത്തത് ഈ ലോകത്ത് ചെയ്തെടുക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. മൂന്നാമതായി പരിശുദ്ധാത്മാവ് വിശാലതയുടെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് വിശാലതയുടെ ആത്മാവാണെന്ന് പറയുമ്പോൾ ലോകമാസകലം ഇന്ന് കാണുന്ന ക്രിസ്തീയ സമൂഹം ഉരുത്തിരിഞ്ഞത് പെന്തക്കോസ്ത് നാളിൽ അവിടെ ഇറങ്ങിയ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിലൂടെയാണ്. പരിശുദ്ധാത്മാവ് ഇടുക്കങ്ങളിൽ നിന്നും നിങ്ങളെ വിശാലതയിലേക്ക് കൊണ്ടുവരും. നിങ്ങളുടെ ജീവിതം ഇടുങ്ങിയതാണോ? പല രീതിയിലുള്ള പ്രശ്നങ്ങളാൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്നവരാണോ? ജീവിതം മുന്നോട്ട് പോകുവാൻ പല രീതിയിൽ ശ്രമിച്ചിട്ടും അതിനെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഒരു വഴിയും സാധ്യമാകാതെ നിങ്ങൾ നടക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് നിങ്ങളുടെ സന്തത സഹചാരിയാക്കി മാറ്റുവാൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങളെ വിശാലതകളിലേക്ക് നയിക്കുവാൻ സാധിക്കും. മർക്കോസിന്റെ മാളികമുറി എന്നറിയപ്പെടുന്ന ആ ചെറിയ കെട്ടിടത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച 120 പേരടങ്ങുന്ന സംഘം പീഡനം വന്നപ്പോൾ ലോകമാസകലം ചിതറിയോടി. അവർ ചെന്നിടത്തെല്ലാം ദൈവത്തിന്റെ സഭ സ്ഥാപിതമായി. അങ്ങനെ സ്ഥാപിക്കപ്പെട്ട ക്രിസ്തീയ സമൂഹമാണ് ലോകമാസകലം കോടിക്കണക്കിന് ആളുകൾ ഇന്ന് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ക്രിസ്തീയ സഭ സ്ഥാപിതമാക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മ പ്രവൃത്തി നിങ്ങളെ വിശാലതയിലേക്ക് നയിക്കുന്ന ഒരു പ്രവൃത്തിയാണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഇത് ചിന്തിച്ചത് പരിശുദ്ധാത്മാവ് ഐക്യതയുടെ ആത്മാവാണ് എന്നുള്ളതാണ്. രണ്ടാമതായി നമ്മൾ ചിന്തിച്ചത് പരിശുദ്ധാത്മാവ് നിറവിൻ്റെ ആത്മാവാണ്. മൂന്നാമതായി പരിശുദ്ധാത്മാവ് വിശാലതയുടെ ആത്മാവാണ്. ശക്തിയും മഹത്വവും മാനവും എല്ലാത്തിനും യോഗ്യനായ ദൈവപിതാവ് നമുക്ക് വേണ്ടി അരുളി ചെയ്ത തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവെന്ന വ്യക്തിത്വത്തെ സന്തത സഹചാരിയാക്കുവാൻ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ എൻ്റെ അരികിൽ വരണമേ, പരിശുദ്ധാത്മാവേ എന്നോട് സന്തത സഹചാരിയായി കൂടിയിരിക്കണമേ. യോഹന്നാന്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയുടെ കൂടെ നടക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്താണ്. പരിശുദ്ധാത്മാവിന്റെ സന്തത സഹവർത്തിത്വം നിങ്ങളുടെ ജീവിതത്തിൽ ഈ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.